ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ മനസ്സിൻ്റെ അടുത്ത ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അടുത്ത ഭാഗം കാണുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത ഭാഗം എന്താണെന്ന് പറഞ്ഞാൽ അവിവാഹിതയായ 7 പെൺകുട്ടികളുടെ വിവാഹം കഴിച്ചു കൊടുക്കാനാണ് മഹീന്ദ്രൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് സ്വന്തം മോളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമാണത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 7 കുട്ടികളുടെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മഹീന്ദ്രൻ സാറ് തയ്യാറായി. അതിനുള്ള ഒരുക്കങ്ങൾ, ഡ്രസ്സ്, അതിനുള്ള സ്വർണ്ണം ഇതൊക്കെ വാങ്ങിച്ചിട്ട് മഹീന്ദ്രൻ സാറ് ക്ഷേത്രത്തിലെല്ലാം കൊണ്ടുപോയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ട് അതിനുള്ള കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാൻ വേണ്ടി സിദ്ധുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഒരുക്കങ്ങളും ഒരുക്കി. പിന്നെ കാണിക്കുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടിയുള്ള അമ്പലത്തിലേക്ക് എല്ലാവരും വരികയാണ്. അപ്പോൾ അമ്മയും മുത്തശ്ശിയും സാറും അങ്കിളും ഒക്കെ വരികയാണ്. അപ്പോൾ സിദ്ധു എല്ലാവരെയും ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് എല്ലാവരുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. സിദ്ധു പറയുകയാണ് മഹീന്ദ്രൻ സാറിൻ്റെ അടുത്ത്, സാറേ ഇവരുടെ വിവാഹമാണ് നമ്മൾ നടത്തി കൊടുക്കാൻ വേണ്ടി പോകുന്നത്, ഇവരാണ് കല്യാണം കഴിക്കേണ്ടവർ എന്ന് പറയുമ്പോൾ എല്ലാവരും സാറേ നമസ്കാരം എന്ന് പറഞ്ഞ് എല്ലാവരും മഹീന്ദ്രൻ സാറിനെ വണങ്ങുവാണ്. ശരി, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള താലി, മാല, മുണ്ട്, ഷർട്ട്, സാരി എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞോ എന്ന് സിദ്ധുവിനോട് ചോദിക്കുകയാണ് മഹീന്ദ്രൻ സാറ്. അപ്പോൾ സിദ്ധു പറയുകയാണ് എല്ലാ ഒരുക്കങ്ങളും റെഡിയാണ് അങ്കിളെ, ഞാൻ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം തന്നെ പൂജാരിയുടെ കയ്യിൽ കൊടുത്ത് എല്ലാം പൂജ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. എല്ലാം മംഗളം. അപ്പോൾ വിളിക്കുകയാണ് പൂജാരി, വരൂ മഹീന്ദ്രൻ സാർ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പൂജയ്ക്കുള്ള ഏർപ്പാടുകളെല്ലാം തയ്യാറായി, ഇനിയിപ്പോൾ ആരംഭിച്ചാലോ? ഓ ശരി, ആരംഭിക്കാം. സിദ്ധു വിളിക്കുകയാണ്, വാ അങ്കിൾ, വാ ആൻറ്റി, എല്ലാവരും വന്നോളൂ, എല്ലാവരും വന്നോന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. കല്യാണത്തിനുള്ള നഗസരമൊക്കെ മുഴക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാ ഒരുക്കങ്ങളും സിദ്ധുവിൻ്റെ കൂടെ ചേർന്ന് തന്നെ ചന്ദ്രികയും എല്ലാ ഒരുക്കങ്ങളും മാലയും താലിയും ഒക്കെ എല്ലാം റെഡിയാക്കിയിട്ട് പൂജിച്ച സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അപ്പോൾ പ്രാർത്ഥിച്ചതിന് ശേഷം പൂജാരി വന്ന് പറയുകയാണ്, പൂജയൊക്കെ കഴിഞ്ഞ് ഇനി മഹീന്ദ്രൻ സാർ തുടങ്ങാമല്ലോ എന്ന്. മംഗല്യ പുടവയും വസ്ത്രങ്ങളും സ്വർണവും ഒക്കെ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ, അതായത് മഹീന്ദ്രൻ സാറിൻ്റെയും ലക്ഷ്മിയുടെയും കൈകൊണ്ട് തന്നെ എല്ലാവർക്കും കൊടുത്തോളൂ, സ്വന്തമായിട്ട് അവരവർക്ക് കൊടുത്തോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഓരോരോ സാധനങ്ങൾ, ഓരോരുത്തരുടെ സാധനങ്ങൾ, അതായത് നമ്മളെ ചന്ദ്രിക എടുത്ത് സിദ്ധുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. സിദ്ധു അങ്കിളിൻ്റെ കയ്യിൽ കൊടുക്കുന്നു, അങ്കിള് ലക്ഷ്മി അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നു. അവർ യഥാർത്ഥ ആൾക്കാർക്ക് ഓരോരുത്തർക്കായിട്ട് മാറി മാറി കൊടുക്കുകയാണ്. വസ്ത്രങ്ങളും സ്വർണ്ണമൊക്കെ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ സിദ്ധുവും ചന്ദ്രികയും പരസ്പരം നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ അവരുടെ സമയം കുറേ പോകുന്നു. അപ്പോൾ അത് കണ്ട് നമ്മളെ മേഘയും മുത്തശ്ശിയും അത് ദൂരെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവരത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു. പിന്നെ സിദ്ധു പറയാണ്, അങ്കിൾ ആൻറ്റി നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് വരികയാണ്. അതിൻ്റെ ഇടയിൽ സിദ്ധുവും ചന്ദ്രികയും അതും സെറ്റായിട്ട് തന്നെ വരികയാണ്. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ മലരും പ്രിയയും കൂടി കളിക്കുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ചന്ദ്രിക പറയാണ്, മലർ, പ്രിയ, നിങ്ങൾക്ക് മുല്ലപ്പൂ വെക്കണ്ടേ? നിങ്ങൾ മുല്ലപ്പൂ വെക്കാതെയാണോ കല്യാണം കൂടുന്നത്? അപ്പോൾ അതെങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞിട്ട് അവർക്ക് മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുക്കുകയാണ്. നല്ല ദിവസമായിട്ട് തലയിൽ പൂ വെക്കാതിരുന്നൂടാ, വാ ഞാൻ പൂ വെച്ചുതരാം എന്നാൽ 2 പേർക്കും പൂ വെച്ച് കൊടുത്തു ചന്ദ്രിക. അപ്പം മലർ പറയുകയാണ്, അമ്മ വെക്കുന്നില്ലേ പൂവ്? നമ്മൾ മാത്രമാണോ വെക്കുന്നത്? അമ്മയും വെക്കണ്ടേ പൂവ്? അമ്മ പിന്നെ വെച്ചോളാം, നിങ്ങൾ പോയിട്ട് കളിക്ക്. ആ ശരി ആൻറ്റി, വാ മലർ, നമുക്ക് പോയി കളിക്കാം എന്ന് പറഞ്ഞവർ 2 പേരും കളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അതിൻ്റെ ബേക്കുന്നതാ സിദ്ധു പൂവും കൊണ്ട് വരികയാണ്, ചന്ദ്രിക എന്ന് വിളിച്ചിട്ട്. ചന്ദ്രികയ്ക്ക് പൂവ് നീട്ടിയിട്ട് സിദ്ധു പറയുകയാണ്, ദാ ഈ പൂവ് വെച്ചോളൂ. വേണ്ട സാർ, കുഴപ്പമില്ല. എന്താടോ മലർ ചോദിച്ചത് ശരിയല്ലേ? നല്ല ദിവസം നീയും വെക്കണ്ടേ തലയിൽ പൂവ്? തലയിൽ പൂ വെക്കാതെ നിൽക്കാൻ പാടുണ്ടോ? ഇതാ പിടിക്ക്, ഇതാ നോക്ക്, ഈ പൂക്കൾ ഏതോ ഒരിടത്ത് ഏതോ ചെടികളിൽ ഉണ്ടായി. ഇത് നിന്റെ തലമുടിയിൽ അലങ്കരിക്കാനായി കാത്തു നിൽക്കുകയാണ്. ഇങ്ങനെ കാത്തിരിക്കുന്ന പൂക്കളെ തലയിൽ ചൂടാതെ പോകുന്നത് ന്യായമാണോ? ഇതാ വാങ്ങിക്കോളൂ. അത് നീ പൂവ് വാങ്ങിയില്ലെങ്കിലുണ്ടല്ലോ മനസ്സ് വല്ലാതെ വിഷമിക്കും. അപ്പോൾ ചന്ദ്രിക, ആരുടെ മനസ്സ് വിഷമിക്കുമെന്ന്? അപ്പോൾ സിദ്ധാർത്ഥ് പറയാണ്, പൂവിൻ്റെ കാര്യമാണോ പറഞ്ഞത്? ഇതാ പൂവ് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് നേരെ നീട്ടുകയാണ്. അപ്പോൾ അവൾ 2 കൈയും കൊടുത്ത് അത് വാങ്ങിച്ചു. ചന്ദ്രിക ആ പൂവ് വാങ്ങിയിട്ട് തലയിൽ ചൂടുകയാണ്. ആ സമയം സിദ്ധു അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്തൊരു പാട്ടൊക്കെയുണ്ട്, നല്ല അടിപൊളി പാട്ട്. പിന്നെ സിദ്ധു പറയാണ്, ഈ പൂവ് നീ വാങ്ങിച്ചിട്ട് ചൂടിയില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഈ പൂവിൻ്റെ മനസ്സ് മാത്രമല്ല എൻ്റെ മനസ്സും വല്ലാതെ വിഷമിക്കുമായിരുന്നു. സാറ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ എല്ലാവരും പറയും സാറിന് വട്ടാണെന്ന്.
അതും പറഞ്ഞ് രണ്ടുപേരും കുറേ സമയം അവർ രണ്ടുപേരും പരസ്പരം നോക്കിയിട്ട് തന്നെ അവിടെ നിന്നു. ശരി എന്നാൽ എന്ന് പറഞ്ഞ് സിദ്ധു അവിടെ നിന്നും പോയി. അപ്പോൾ മലരും പ്രിയയും കൂടിയിട്ട് ഒരു ഭാഗത്തിരുന്ന് കളിക്കുകയാണ്. ചന്ദ്രികയോടൊരു സ്ത്രീ വന്നിട്ട് പറയാണ്, ചന്ദ്രികയെ നിന്നോട് പൂജാരി എന്തോ ചോദിക്കുന്നുണ്ട്, അത് ചോദിച്ചിട്ട് വരൂ. അപ്പോൾ ചേച്ചി ഇത് കൊണ്ടുപോയി കൊടുക്കുമോ? ഞാൻ കൊണ്ടുപോയി കൊടുക്കാം, നീ അവിടെ പോയി ചോദിച്ചിട്ട് വാ. എന്താ? മലരും പ്രിയയും കൂടി കളിക്കുന്ന സമയത്ത് പ്രിയ ചോദിക്കുകയാണ്, മലർ നിൻ്റെ അമ്മ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? എൻ്റെ അമ്മ 10th വരെ പഠിച്ചിട്ടുണ്ട് മലർ. പ്രിയ, അപ്പോൾ അതിനുശേഷം പഠിച്ചില്ലേ? ഇല്ല. നിൻ്റെ അമ്മ കോളേജിൽ പോയി പഠിച്ചിരുന്നെങ്കിൽ എൻ്റെ അമ്മയെ പോലെ വലിയ ജോലി ചെയ്യാമായിരുന്നല്ലോ. നിങ്ങൾക്കും എന്നെ പോലെ വലിയ വീട് വാങ്ങാമായിരുന്നല്ലോ. എൻ്റെ അമ്മ നന്നായിട്ട് പഠിക്കും, പക്ഷേ പഠിക്കാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ കാശൊന്നും ഇല്ലല്ലോ. എന്താ, വീണ്ടും അമ്മയ്ക്ക് പഠിക്കാമല്ലോ. അപ്പം ഇപ്പം എങ്ങനെ അമ്മയ്ക്ക് പഠിക്കാൻ കഴിയൂ? വലിയവരാണെങ്കിലും പഠിക്കാം മലർ. ഇന്നലെ സ്കൂളിൽ നിന്ന് മിസ്സ് പറഞ്ഞു, ചെറിയവർ എന്നോ വലിയവർ എന്നോ ഒന്നും ഇല്ല പഠിക്കാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോഴാണ് അതുവഴി സിദ്ധു പോകുന്നത്. അപ്പോൾ സിദ്ധുവിനെ വിളിക്കുകയാണ് മലരെ. സിദ്ധു. അപ്പോൾ സിദ്ധു അവിടെ നിന്നു. പ്രിയ പറയാണ്, എൻ്റെ അമ്മയ്ക്ക് വീണ്ടും പഠിക്കാമെന്ന്. അങ്ങനെ പഠിക്കാൻ പറ്റുമോ സിദ്ധു? ഏയ്, നിൻ്റെ അമ്മ 10th വരെ പഠിച്ചതല്ലേ, പിന്നെ ശേഷം നിൻ്റെ അമ്മയ്ക്ക് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാമല്ലോ. അപ്പോൾ കോളേജിൽ അമ്മയെയും ചേർക്കുമോ സിദ്ധു? മേഘാൻറ്റിയെ പോലെ അമ്മയ്ക്കും വലിയ ജോലിയിലൊക്കെ പോകാലോ. അപ്പം അമ്മയ്ക്ക് നിറയെ പണം കിട്ടുമല്ലോ അല്ലേ? അതേടാ, ഇപ്പം എന്താ, അമ്മയ്ക്ക് പഠിക്കണം എന്നല്ലേ ഉള്ളൂ, നമുക്ക് പഠിപ്പിക്കാമെന്നേ. അമ്മയും പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് നല്ല സന്തോഷത്തോടെ ചിരിക്കുകയാണ് മലർ. എല്ലാം റെഡിയായി. ഇനി മഹേന്ദ്രൻ സാറിനോടും ലക്ഷ്മി അമ്മയോടും കല്യാണം കഴിക്കാനുള്ളവരൊക്കെ പോയി അനുഗ്രഹം വാങ്ങിച്ചിട്ട് വന്നോളൂ. അനുഗ്രഹം വാങ്ങിച്ചെങ്കിൽ കല്യാണം കഴിക്കാൻ വന്ന പെൺകുട്ടികളും ആൺകുട്ടികളും 3 പ്രാവശ്യം ക്ഷേത്രത്തിന് വലയം വെച്ചിട്ട് വരൂ. അതിൻ്റെ കൂടെ ദേവീ ദർശനവും കൂടി കഴിഞ്ഞിട്ട് മണ്ഡപത്തിലേക്ക് വരൂ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയും ലക്ഷ്മി അമ്മയും ചേർന്ന് മാല, അതായത് താലിമാല റെഡിയാക്കുന്ന സംഭവമാണ് കാണുന്നത്. അപ്പോൾ അവരുടെ താലി ചരടിൽ ഒരു ചരടിൻ്റെ അകത്ത് താലിയും കൂടി ചേർത്തിട്ട് അവർ റെഡിയാക്കി വെക്കുകയാണ്. ആ സമയത്ത് മഹേന്ദ്രൻ സാർ വന്നിട്ട് പറയുകയാണ്, ഇതാ ലക്ഷ്മി, നിനക്ക് ഫോണുണ്ട്. എൻ്റെ US നിന്ന് എൻ്റെ ഫ്രണ്ട് സന്ദീപ് നായരാണ് വിളിക്കുന്നത്. ഇതാ ഫോണ്. ഹലോ ലക്ഷ്മി. ഹലോ. ചേട്ടാ, സുഖമായിരിക്കുന്നോ? ലക്ഷ്മി ഫോണും കൊണ്ടുപോയി. അങ്ങനെ അവർ തമ്മിൽ കുറച്ച് കുശലങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രികയുടെ അടുത്തതാ സിദ്ധു വന്നിട്ടാണുള്ളത്. അവൾക്കൊപ്പം അവിടെ ഇരുന്നിട്ട് പറയാണ്, ഞാനും കൂടി സഹായിക്കാം. ചന്ദ്രിക പറയാണ്, ഇതുപോലെ എത്രയും പെട്ടെന്ന് സാറിനും കല്യാണം നടക്കണമെന്ന് പ്രാർത്ഥിച്ചോളൂ. അതെ, പ്രാർത്ഥിക്കുന്നുണ്ട്. നീയും ഞാനും തമ്മിലുള്ള വിവാഹം നടക്കണം. സാറിൻ്റെ പഠിത്തത്തിനും സ്ഥാനത്തിനും യോജിച്ച ഒരു പെൺകുട്ടി എവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടാവും. ചന്ദ്രിക സിദ്ധുവിനോട് പറയാണ്. സമയം വരുമ്പോൾ അവൾ തന്നെ മുമ്പിൽ വന്ന് നിൽക്കും. എങ്കിൽ നോക്കിക്കോ, അവൾ എപ്പോഴേ എൻ്റെ മുമ്പിൽ വന്നു. അത് വേറെ ആരുമല്ല, നീയാണ്. ചന്ദ്രികയെ, നീ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഒത്തൊരുമിച്ചൊരു കുട്ടി നീ തന്നെയാണ്. നീ ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഈ ഒന്നല്ല എത്ര ജന്മമാണ് വേണമെങ്കിലും ഞാൻ കാത്തു നിൽക്കാം. എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? വേണ്ട സാർ. ചന്ദ്രികയെ, നിനക്ക് ദൈവത്തിൽ വിശ്വാസമില്ലേ? ഉണ്ട് സാർ. ദൈവം ഉണ്ടെന്ന് ഉറപ്പാണെങ്കിൽ തീർച്ചയായും എൻ്റെയും നിൻ്റെയും വിവാഹം നടത്തിത്തരും. സിധു നല്ല സന്തോഷത്തിലാണുള്ളത്. എൻ്റെ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും. സാർ, ആ മഞ്ഞ ചരടിങ് തന്നെ, എനിക്ക് താലി കോർക്കാനുണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും താലിച്ചരട് പിടിയും വലിയും കഴിയുകയാണ്. ഇങ്ങ് തന്നേ സാർ എന്ന് പറഞ്ഞ് ചന്ദ്രിക പിടിച്ച് വലിക്കുകയാണ്. അവനാണെങ്കിൽ വിട്ടുകൊടുക്കുന്നുമില്ല. പതിയെ വിടരും എന്നുള്ളൊരു പാട്ടൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ചന്ദ്രിക പറയാണ്, അതിങ്ങ് തന്നേ സാർ. അപ്പോൾ ഒടുവിൽ സിധു വിട്ടുകൊടുത്തു. എല്ലാം കഴിഞ്ഞു. അവരെ പാട്ടൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടിയിട്ട് വരികയാണ്. അത് ചന്ദ്രിക പറയുകയാണ്, എന്നിട്ട് അമ്മ ഇതാ താലിയൊക്കെ റെഡിയായിട്ടുണ്ട്. ശരി മോളെ, പൂജാരിയുടെ അടുത്ത് കൊണ്ടുപോയി വെക്ക്. അതിങ്ങ് തന്നോളൂ. ഇതാ സ്വാമി. അവിടെയും രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ടേ നിൽക്കുകയാണ് കേട്ടോ. ചെറുക്കന്മാരും പെണ്ണും ദേവീ ദർശനവും പൂജ ദർശനവും ഒക്കെ കഴിഞ്ഞോ? എങ്കിൽ വന്നോളൂ. എല്ലാവരും വന്ന് മണ്ഡപത്തിൽ ഇരിക്കൂ. സമയാകുന്നു, വേഗം എന്ന് പൂജാരി വിളിച്ചു പറയാണ്. ചെറുക്കനും പെണ്ണിനും ധാരമെടുത്ത് കൊടുത്തോളൂ. സിദ്ധു വരന്മാർക്കുള്ള മാല എടുത്തു കൊടുക്ക്. ശരി അങ്കിളെ. ചന്ദ്രികയെ, സിദ്ധുവിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. വാ, ഒന്ന് സഹായിക്ക്. അവർ രണ്ടുപേരും തന്നെ എല്ലാം നിന്ന് ചെയ്യുകയാണ്, സിദ്ധുവും അതായത് ചന്ദ്രികയും. അപ്പോൾ അതൊന്നും നമ്മളെ മേഘയ്ക്കും മുത്തശ്ശിക്കും പിടിക്കുന്നില്ല. മുത്തശ്ശി മേഘയോട് ചോദിക്കുകയാണ്, എടി, വിവാഹം ഇവരുടേതാണോ അല്ലെങ്കിൽ അവരുടേതാണോ? മുത്തശ്ശിക്ക് ഇതൊന്നും പിടിക്കുന്നില്ല. ഇവരുടെ കല്യാണമാണ് നടക്കുന്നത് പോലെ എവിടെ നോക്കിയാലും രണ്ടുപേരും ജോഡിയായിട്ടാണല്ലോ നിൽക്കുന്നത്. എന്നാൽ പിന്നെ കയ്യിലുള്ള മാലകൾ ചെറുക്കന്മാർ പെൺകുട്ടികളുടെ കഴുത്തിലും പെൺകുട്ടികൾ ചെറുക്കന്മാരുടെ കഴുത്തിലും അണിയിച്ചോളൂ.
അങ്ങനെ മേഘ പുറത്തേക്ക് പോയിട്ട് വിളിക്കുകയാണ് മഹേഷിനെ. മഹേഷ് എവിടെയുണ്ട്, വേഗം വരൂ എന്ന്. അപ്പോൾ അവൻ എത്താറായി മേഡം എന്ന് പറയാണ്. വേഗം വാ, ശരി മേഡം എന്ന് പറഞ്ഞ് അവൻ വേഗം എത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.